ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 1.5 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. കപ്പ നന്നായി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനെ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് വേവിക്കാൻ വച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു തേങ്ങ നന്നായിട്ട് ചിരകി മിക്സിയിലിട്ട് അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ട പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 3-4 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഞാനിവിടെ 1/4 പാൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയുടെ 1/4 പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഈ കപ്പ വെന്ത് വന്നിട്ടുള്ള കപ്പയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കപ്പ കുറച്ച് സമയം ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേവണം. എന്നാൽ മാത്രമേ ആ കപ്പയ്ക്ക് തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് വരികയുള്ളൂ. ഇപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കപ്പ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച ചേർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വറ്റൽമുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ താളിച്ചത് ഇനി ഈ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുക. നല്ല ടേസ്റ്റിയുള്ള ഒരു കപ്പയുടെ റെസിപ്പിയാണിത്. കപ്പ വാങ്ങിക്കുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ കറിയോ അതുപോലെ തന്നെ മീൻ മുളകിട്ടതോ ആണ് നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളത്. ഞാനിവിടെ മീൻ മുളകിട്ടതാണ് എടുത്തിട്ടുള്ളത്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത്. ഇനി വേറൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.